ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗ്രീൻ പീസ് കറിയാണ്. ഈ കറി നമ്മുടെ അപ്പം, ഇടിയാപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം. ഇപ്പം ഞാൻ 2 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. തേങ്ങ 5 സ്പൂണ്, പെരുംജീരകം 1 സ്പൂണ്, പിന്നെ കറി ലീവ്സ്, പിന്നെ എരിവുള്ള പച്ചമുളക് ആവശ്യത്തിനുള്ളത്, പിന്നെ സ്റ്റോൺ ഫ്ലവർ എന്ന് പറയും, അതൊരു മസാല ഐറ്റമാണ്. അത് പട്ട, ഗ്രാമ്പ്, പിന്നെ ഇഞ്ചി പൂണ്ട് പേസ്റ്റ് 2 എണ്ണം, അരിഞ്ഞ് വെച്ച സവാള 2 എണ്ണം. ഇപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ ഞാൻ ഗ്രീൻ പീസിനെ കുതിർത്ത് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഇപ്പോൾ ഒരു കുക്കറിലോട്ട് മാറ്റി. അപ്പോൾ അതിൽ കുക്കർ വെച്ചിട്ട് വിസിൽ വെക്കാൻ പോകാം. 3 വിസിൽ വെച്ചാൽ മതി. ഈ സൈഡിൽ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് 2 സ്പൂണ് ഓയിലിട്ടിട്ട് അതിൽ നമ്മളിപ്പം പട്ട, ഗ്രാമ്പു ഇതെല്ലാം ഇട്ട് കടുക് വറുക്കുന്നതിൻ്റെ തൊട്ട് ചെയ്യാൻ പോവാം. അത് ചൂടായി ഒന്ന് പൊട്ടി വരത്തില്ലയോ, അത് കഴിയുമ്പം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള അതിലിടണം. ഇട്ട് നല്ലപോലെ വഴട്ടണം. ഇച്ചിരി ഉപ്പ് കൂടെ ഇടണം. അപ്പോൾ വഴട്ടുമ്പോൾ ഉപ്പ് ഇടുമ്പം പെട്ടെന്നങ്ങ് വഴണ്ടുകൊള്ളും. പിന്നെ പച്ചമുളക്, അരിഞ്ഞ് വെച്ച പച്ചമുളക്, നിങ്ങളുടെ ആവശ്യത്തിനുള്ള എരിക്ക് ആവശ്യം എത്രയാണെന്ന് വെച്ചാൽ അതിനുള്ള പച്ചമുളക് കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് അത് വഴണ്ട് വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ, പിന്നെ പെരുംജീരകം, പിന്നെ സ്റ്റോൺ ഫ്ലവർ എന്ന് പറഞ്ഞ ഒരു സാധനം പറഞ്ഞു, അതെല്ലാം കൂടെ മിക്സി ജാറിൽ, ചെറിയ ജാറിൽ ഇട്ടിട്ട് ഞാനത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പോവാന്നേ. ഇപ്പോൾ നമ്മുടെ ഇത് വഴണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ നല്ലപോലെ ഇലക്കി അങ്ങ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അടുത്ത് 2 സ്പൂൺ ഇഞ്ചി പൂണ്ട് പേസ്റ്റ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഇട്ട് വഴട്ടണം. നിങ്ങൾ വഴട്ടുന്നതിന് മുമ്പ് തീ ഒന്ന് കുറയ്ക്കുക, അപ്പോൾ അത് അടിക്ക് പിടിക്കത്തില്ല. പിന്നെ കറി ലീവ്സിലെ പകുതി എടുത്തിട്ട് ഇതിലിട്ട് ഒന്ന് വഴട്ടിയെടുക്കുക. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് അതും കൂടെ വഴട്ടുക. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് 3 വിസിലായി. അതിലിരുന്ന് 2 തവി എടുത്ത് മാറ്റി വെക്കുക. ഇത് നമ്മൾ കൊച്ചു ജാറിലിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗ്രീൻ പീസ് നമ്മൾ ചീനിച്ചട്ടിയിൽ അങ്ങ് ഒഴിച്ച് നല്ലപോലെ ഇളക്കി വിടുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങാ പേസ്റ്റ് ഇല്ലേ, അതും കൂടെ അതിനകത്തിട്ട് നല്ലപോലെ തിളയ്ക്കണം. ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ ഗ്രീൻ പീസിൻ്റെ ആ പേസ്റ്റിൽ ഫൈൻ പേസ്റ്റ് അതും കൂടെ ഇതിലിടണം. ഇതിലിട്ട് ആ കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഉടച്ചിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണം. ഇത് എന്തുകൊണ്ട് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും. അതേ നേരം ഈ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടും. അതിനാണ് നമ്മൾ ഈ ഗ്രീൻ പീസ് അരച്ച് അതിൽ ഒഴിക്കുന്നത്. ഇത് നല്ലൊരു 3-4 മിനിറ്റ് ചെറിയ തീ വെച്ച് നിന്ന് തിളപ്പിക്കണം, അടച്ചിട്ട് തിളപ്പിക്കണം. ഈ കറി ലീവ്സൊക്കെ ഇട്ടിട്ട് ഇത് 3 മിനിറ്റ് ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയായി. നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി.